ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഖില രഞ്ജിത്ത് ഓൺ സ്റ്റേജ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇടയ്ക്കൊരു ദിവസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ ആയപ്പോഴത്തേക്ക് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തലേന്നേ കരുതി വെച്ചത് അമ്പലത്തിൽ പോകണമെന്ന്. പക്ഷേ തലേന്നത്തെ മഴയിൽ എങ്ങോട്ടും ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ എനിക്ക് ഈ സാരി വേണമെന്നും പറഞ്ഞ ഒരു നിർബന്ധമായിരുന്നു. എനിക്ക് ഈ സാരി തന്നെ ഉടുക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അമ്മ ഇതിൻ്റെ ബ്ലൗസൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. സാരി ഉണ്ണിയുടെ അമ്മയുടെ സാരിയാണ്, ബ്ലൗസ് അമ്മ ശരിയാക്കി വെച്ചിരുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി. വീട്ടിൽ ചെന്നാൽ എവിടെ പോകണമെങ്കിലും ഞാനും അമ്മയും ഉണ്ണിയായിരിക്കും എവിടെയും പോകുന്നത്. കാരണം വേറെ അച്ഛനെ വിളിച്ചാൽ അച്ഛന് വേറെ പണിയുണ്ട്, അച്ഛൻ തിരക്കാന്ന് പറയും. എബി പിന്നെ ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ പിന്നെ നമ്മൾ 3 പേരും കൂടിയായിട്ട് ഇറങ്ങും. ഇത് നല്ല താമസിച്ച് ആദ്യത്തെ അമ്പലം അടച്ചു പോയി. അവിടെ എനിക്ക് മെയിനായിട്ട് പോകണമെന്ന് കരുതിയത്. പക്ഷേ അമ്പലം അടച്ചു പോയി, എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള അമ്പലം. അപ്പോൾ അവിടെ അടച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പെരുമാൾ കുന്നെന്ന് പറയുന്ന അമ്പലത്തിൽ വന്ന്, ഇതും വലിയ ദൂരമൊന്നുമില്ല. അവിടെ പിന്നെ എനിക്ക് കുറച്ച് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ്. അങ്ങനെ ഉണ്ണി എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്ന് അങ്ങനെ അവിടെ എല്ലാം തെന്നി കിടക്കുമെന്ന് അതിൽ നേരത്തെ കുറച്ച് മുന്നേ പോയ ആൻറ്റി പറഞ്ഞ് നോക്കി നടക്കണം, അല്ലെങ്കിൽ മൂക്ക് പിടിച്ചവിടെ വീഴും ഞാൻ. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി അമ്പലത്തിൽ തൊഴുത് അവിടെയൊക്കെ നടന്നു. അപ്പോൾ ഈ ഒരു പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് എടുത്തിട്ട് കുറച്ച് നേരം അതിനിങ്ങനെ നോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനതെൻ്റെ തലയിലോട്ടങ്ങ് വെച്ച്. നല്ല രസമാണ്. ചെറിയൊരു മണമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും, ബാക്കി ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് അതിനൊരു മണമുണ്ട്, പിന്നെ ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു ലുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇതിന് താഴെ പോയി ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ മഴയായതുകൊണ്ട് പോകുന്നത് റിസ്ക് ആയതുകൊണ്ടും വേണ്ടാന്ന് കരുതി. കാരണം അവിടെ വയലിലെങ്ങാനും ഇനി മറിഞ്ഞ് വീണാൽ, ഞാൻ ഇതിന് മുന്നേ അവിടെ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട്. നല്ല ഒരു രസമാണ് കാണാൻ. ഇപ്പം നെല്ല് കാണുമായിരിക്കും, കാരണം മഴയാകുമ്പോൾ നെല്ല് വരുന്നത് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നെല്ല് കാണും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ആ അമ്പലത്തിൽ ദൈവത്തിനോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് അടുത്ത അമ്പലത്തിൽ പോയി. ഇവിടെ ഒരു ചിറയുണ്ട്. ഈ ചിറയുടെ 4 ഭാഗത്തായിട്ടിരിക്കുന്ന അമ്പലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ വന്നിട്ട് തൊഴുതിറങ്ങുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തു. ആ വീഡിയോ ശരിയായില്ല, അതുകൊണ്ട് ഇത്രേ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ അമ്പലത്തിന് ഓപ്പോസിറ്റ് ഇപ്പുറത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെയും കൂടി വന്ന് ഇതാണ് നമ്മളെ ചിറ. ഈ ചിറ ഞാൻ കാണിച്ചു തരാമേ നല്ല വ്യക്തമായിട്ട്. അങ്ങനെ ഇവിടെ വന്ന് ഇതൊരു കാവാണ്. കാവിൽ വന്നിട്ട് പ്രാർത്ഥിച്ച് ചന്ദനമൊക്കെ മേടിച്ച് വിളക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതും എടുത്ത്. പിന്നെ ആ ഒരു കുടത്തിലിരിക്കുന്ന വെള്ളത്തിന് നല്ല തണുപ്പാണ്. ഞാൻ ഇടയ്ക്ക് കുടിച്ചു നോക്കാറുണ്ട്, പക്ഷേ ഇന്ന് മഴയായതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. അങ്ങനെ അവിടെ നിന്ന് അമ്മ ചന്ദനമൊക്കെ മേടിക്കാൻ പോയി. അങ്ങനെ പിന്നെ ചന്ദനമൊക്കെ മേടിച്ച് പിന്നെ ഒരു വെള്ളം തരുമല്ലോ, വെള്ളമൊക്കെ കുടിച്ച് അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങും. അപ്പോൾ അവിടെ ഒരു മാമൻ ചൂണ്ടയിടുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ മാമൻ്റെ അടുത്ത് ചോദിച്ച് മീൻ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ മാമൻ പറഞ്ഞു, ഇപ്പം മീൻ കിട്ടൂലടാ, പായലേറി കിടക്കുന്നതുകൊണ്ട് മീൻ കൊത്താൻ ഭയങ്കര പാടാന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് കരിമീൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ എനിക്ക് അറിയത്തില്ല ഉണ്ടോയെന്ന്. ഞാനിതുവരെ ചൂണ്ടയിട്ടിട്ടില്ല, നമുക്കൊരു ചൂണ്ടയിടാം. അങ്ങനെ നമ്മൾ പായലൊക്കെ കണ്ട് പായൽ കണ്ടത്. അങ്ങനെ നമ്മളെ ചിറയിൽ ഫുള്ള് പായലാണ്. ഇതിന് അവിടുത്തെ പഞ്ചായത്തുകാരോ ആരെങ്കിലും ആയിരിക്കും വൃത്തിയാക്കുന്നത്. അവർ പെട്ടെന്ന് വൃത്തിയാക്കട്ടെ, കാരണം ഈ ഒരു ക്ലൈമറ്റിൽ അതിൻ്റെ ഭംഗി മൊത്തത്തിൽ ഈ പായൽ കൊണ്ടുപോയി. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി നേരെ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. ബായ്.